Namaste students, here we discuss the same chapter combustion and flame. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പഷൻ പഠിച്ചായിരുന്നു. വാട്ട് ഈസ് കമ്പഷൻ? ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുന്നു അല്ലേ, ഓക്സിജൻ ഗ്യാസിന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് ഹീറ്റും ലൈറ്റും ഉണ്ടാകും. ദ പ്രോസസ് സെഡ് ടു ബി കമ്പഷൻ. ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ്. എന്തുകൊണ്ടാണ് അതിനെ ഒരു കെമിക്കൽ പ്രോസസ് ആണെന്ന് പറയാൻ കാരണം? കമ്പഷൻ ഈസ് കൺസിഡർഡ് ആസ് എ കെമിക്കൽ പ്രോസസ്. വൈ? അവിടെ ഒരു പെർമനന്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്ത് അവിടെ ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയ സബ്സ്റ്റൻസുകൾ ഫോം ചെയ്യുന്നു. സോ സച്ച് എ കെമിക്കൽ റിയാക്ഷൻ ഇസ് സെഡ് ടു ബി കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ പെർമനന്റ് ചേഞ്ച് ആണ്, കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പൊ കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ് ഇൻ വിച്ച് a substance burns in the presence of oxygen and liberate heat and light. ഹീറ്റും ലൈറ്റും ലിബറേറ്റ് ചെയ്യുന്നു. Such chemical reaction is said to be combustion. അത്തരം കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞ പേരാണ് കമ്പഷൻ. നമ്മൾ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് പഠിച്ചായിരുന്നു. എന്താണ് കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്? കമ്പഷന് കാരണമാകുന്ന സബ്സ്റ്റൻസിനെ എന്ത് പറയാം? കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്. What is combustible substance? A substance which burns in the presence of air to produce heat and light. Such substance is said to be combustible substance. അപ്പം ഒരു സബ്സ്റ്റൻസ് ഓക്സിജൻ ഗ്യാസിന്റെ പ്രസൻസ് ബേൺ ചെയ്ത് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്തരം കെമിക്കൽ റിയാക്ഷനെ കമ്പഷൻ എന്നും അത്തരം സബ്സ്റ്റൻസിനെ എന്ത് പറയാം? കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് എന്നും പറയാം. What is combustible substance? The substance which burns in the presence of air to produce heat and light. Such substance is said to be combustible substance. Coal, petroleum, natural gas ഇതെല്ലാം എന്താണ്? Combustible substance ആണ്. Combustible substance. The substance which burns in air to produce heat and light are called combustible substance. What do you mean by combustible substance? The substance which burns in air to produce heat and light are called combustible substance. ഒരു സബ്സ്റ്റൻസ് ഓക്സിജൻ ഗ്യാസിൻ്റെ പ്രസൻസിൽ, ദാറ്റ് മീൻസ് എയറിൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. സച്ച് കെമിക്കൽ റിയാക്ഷൻ സബ്സ്റ്റൻസ് ആർ സെഡ് ടു ബി കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്. അത്തരം സബ്സ്റ്റൻസിനെ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ് എന്നും ആ പ്രോസസ്സിനെ കമ്പഷൻ എന്നും പറയുന്നു. സബ്സ്റ്റൻസ് വിച്ച് ബേൺസ് ഇൻ എയർ ടു പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ കോൾഡ് കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസ്. കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് വുഡ്, കോൾ, LPG, കറസിൻ. ഇതൊക്കെ കമ്പസ്റ്റിബിൾ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. അപ്പം LPGയുടെ ഫുൾ ഫോം ചോദിക്കും. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് LPG ആൻഡ് CNG? വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് LPG? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഫുൾ ഫോം ഓഫ് LPG liquefied petroleum gas. Full form of CNG compressed natural gas. Combustible substance. Substance which burns in air to produce heat and light are called combustible substance. Example: wood, coal, charcoal, kerosene, petrol, diesel, liquefied petroleum gas, compressed natural gas. They are the example for combustible substance. Combustion. The chemical process in which substance react with oxygen to produce heat are called combustion. ഒരു സബ്സ്റ്റൻസ് ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഇസ് സെഡ് ടു ബി കമ്പഷൻ. The chemical process in which a substance react with oxygen to produce heat is called combustion. What is combustion? The chemical process in which a substance react with oxygen to produce heat is called combustion. The substance which undergo combustion is called a combustible substance. Combustion കാരണമാകുന്ന സബ്സ്റ്റൻസിനെ എന്ത് പറയാം? Combustible substance. The substance which undergo combustion are called combustible substance. It is also called fuel. Combustible substance നെ നമുക്ക് എന്ത് പറയാം? ഫ്യൂവൽ ആണെന്നും പറയാം. Sometimes light is also produced during combustion. അപ്പം ചില സമയത്ത് എന്താണ് കമ്പഷൻ്റെ ഫലമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എയർ ഈസ് നെസസറി ഫോർ കമ്പഷൻ. അപ്പം കമ്പഷൻ നടക്കണമെങ്കിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം? എയറിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. The chemical process in which substance react with oxygen to produce heat is called combustion. The substance which undergo combustion is called a combustible substance. It is also called fuel. Next we discuss ignition temperature. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. What is the ignition temperature? The minimum temperature at which a substance catch fire. ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ.
ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും. അത്തരം സബ്സ്റ്റൻസിനെ നമുക്ക് പറയാം ഇൻഫ്ലമബിൾ സബ്സ്റ്റൻസ്. They are said to be inflammable substance. What is ignition temperature? The minimum temperature at which a substance catch fire is said to be ignition temperature. ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. What is ignition temperature? The minimum temperature at which a substance catch fire is called ignition temperature. ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും. അത്തരം സബ്സ്റ്റൻസിനെ എന്ത് പറയാം? Inflammable substance. They are said to be inflammable substance. If ignition temperature is very low, they catch fire easily. പെട്ടെന്ന് തന്നെ catch ചെയ്യും. Such substances are said to be inflammable substance. Petroleum source, petrol, natural gas, then LPG, like a highly inflammable substance because their ignition temperature is very low. Ignition temperature very low ആണെങ്കിൽ fire പെട്ടെന്ന് catch ചെയ്യും. Such substances are said to be inflammable substance. Ignition temperature. The minimum temperature at which a substance catch fire and burn is called ignition temperature. ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. What is ignition temperature? The minimum temperature at which a substance catch fire and burn is called ignition temperature. ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. A substance will not catch fire and burns if its ignition temperature is lower than its ignition temperature. നോർമൽ ഒരു ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ ലോ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫയർ ക്യാച്ച് ചെയ്തില്ല. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും അതിന് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അപ്പം നോർമൽ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൽ നിന്നും അതിന് വാല്യൂ കുറയുവാണെങ്കിൽ ഫയർ ക്യാച്ച് ചെയ്യാൻ പാടായിരിക്കും. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഓരോ സബ്സ്റ്റൻസിനും ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചറാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഓരോ സബ്സ്റ്റൻസിനും ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. Substances which have very low ignition temperature and can easily catch fire with a flame. അപ്പം ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒരു ചെറിയ തീപ്പൊരിയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും. Substances which have very low ignition temperature and can easily catch fire with a flame are called inflammable substance. അത്തരം സബ്സ്റ്റൻസിനെ എന്ത് പറയാം? ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ്. എക്സാമ്പിൾ പെട്രോൾ, ആൽക്കഹോൾ, LPG, CNG ഒക്കെ ഹൈലി ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ് ആണ്. സബ്സ്റ്റൻസ് വിച്ച് ഹാവ് വെരി ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ഈസിലി ക്യാച്ച് ഫയർ വിത്ത് എ ഫ്ലെയിം ആർ കോൾഡ് ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസ്. അപ്പം ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടുന്ന മിനിമം ടെമ്പറേച്ചർ ആണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്നു. സച്ച് സബ്സ്റ്റൻസസ് ആർ സെഡ് ടു ബി ഇൻഫ്ലൈമബിൾ substance. Substance which have very low ignition temperature and can easily catch fire with a flame are called inflammable substance. Example petrol, alcohol, LPG, CNG. What is the full form of LPG? Liquefied petroleum gas. Full form of CNG, compressed natural gas. LPG, liquefied petroleum gas. CNG, compressed natural gas. Next we discuss condition necessary for combustion. Combustion നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ വേണം. എയറിന്റെ പ്രസൻസ്, അതുപോലെ ഒരു ഫ്യൂവൽ വേണം. വുഡ് ആവാം, അല്ലെങ്കിൽ കെറോസിനോ പെട്രോളോ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് വേണം. പിന്നെ അതുപോലെ പിന്നെന്താ വേണ്ടുന്നത്? ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും. അപ്പം കണ്ടീഷൻ നെസസറി ഫോർ കമ്പഷൻ. കമ്പഷൻ നടക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? ഇതെല്ലാം ആവശ്യമാണ്. ദ പ്രസൻസ് ഓഫ് എയർ. എയറിന്റെ പ്രസൻസ് ഉണ്ടാവണം. ദെൻ ഒരു ഫ്യൂവൽ വേണം അല്ലേ? ഏതെങ്കിലും ഒരു ഫ്യൂവൽ വേണം. ദെൻ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇപ്പൊ ചില സബ്സ്റ്റൻസ് പെട്ടെന്ന് തന്നെ ഫയർ ക്യാച്ച് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആണ്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്നു. സോ സബ്സ്റ്റൻസ് ഇസ് സെഡ് ടു ബി ഇൻഫ്ലമബിൾ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഒരു വിറക് കഷ്ണമാണെങ്കിൽ, വിറക് കഷ്ണവും അതുപോലെ വിറകിന്റെ ഒരു ചീളുവാണെങ്കിൽ ഏതായിരിക്കും പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്നത്? വിറകിന്റെ അല്ലെ? വുഡ് ഷേവിങ്സ് ആയിരിക്കും. വിറകിന്റെ ചെറിയ ചീളുകളായിരിക്കും
പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ഫയർ ക്യാച്ച് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ വിറകിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ലോ ആണ്. ആ വുഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആണ്. അപ്പം വലിയ വിറകും ചെറിയ വിറകും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. ചെറുതാകുമ്പോൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആണ്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും. ദെൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ദ കണ്ടീഷൻ നെസസറി ഫോർ കമ്പഷൻ. എന്താണ് കമ്പഷൻ? It is a chemical process in which a substance burns in the presence of air to produce heat and light. Such process is said to be combustion and such substance is said to be combustible substance. Well, condition necessary for combustion. What are the condition necessary for combustion? Combustion എന്തെല്ലാം കാര്യങ്ങൾ വേണം? The presence of air. Air വേണം. Then ignition temperature വേണം. ചില സബ്സ്റ്റൻസ് പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യും because their ignition temperature low. അപ്പം മെയിൻലി ഇഗ്നിഷൻ ടെമ്പറേച്ചർ വേണം, എയർ വേണം, then ഫ്യൂവൽ വേണം. What are the conditions necessary for combustion? Air, fuel, then ignition temperature. I repeat, condition necessary for combustion. The condition necessary for combustion are first one fuel, then air. Airle main item oxygen to supply oxygen. Third one heat to rise the temperature beyond the ignition temperature. A substance will not burn without one or more of these condition. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ അവിടെ കമ്പഷൻ നടക്കത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത്? ഫ്യൂവൽ വേണം, എയർ വേണം, ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഈ 3 കണ്ടീഷനെ ബേസ് ചെയ്താണ് ഒരു സബ്സ്റ്റൻസ് ഫയർ ക്യാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പഷൻ നടക്കുന്നത്. Next we will discuss method of controlling fire. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ നോർമലി തീ കത്തുവാണെങ്കിൽ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? വാട്ടർ ആണ് അല്ലേ? അപ്പം തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് വാട്ടർ ആണ്. അപ്പം എല്ലാ കേസിലും നമുക്ക് വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെ നോർമലി നമ്മളൊരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യുമ്പോൾ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ തീ പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിന് തീ പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സപ്ലൈ ഓഫ് ചെയ്യും അല്ലേ? ഇലക്ട്രിക്കൽ സപ്ലൈ ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? വെള്ളം കോരി ഒഴിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? തീ പിടിക്കുന്നത് ആളിക്കത്തും അല്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ അപ്ലയൻസിലോ അതുപോലുള്ള സബ്സ്റ്റൻസിൽ തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്പ്രേ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? തീ അണയ്ക്കുന്നത്. അപ്പം തീ അണയ്ക്കാൻ നോർമലി നമ്മൾ വാട്ടർ ഉപയോഗിക്കും. പക്ഷേ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ തീ പിടിക്കുകയാണെങ്കിൽ തീ അണയ്ക്കാൻ നമ്മൾ വാട്ടർ ഉപയോഗിക്കത്തില്ല. എന്താണ് കാരണം? എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുവാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ വാട്ടറിൽ കണ്ടന്റ് എന്തൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താണ് വാട്ടർ ഫോം ചെയ്തത് അല്ലേ? അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്തു. ഈ വാട്ടറിനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അതിനെ തിരിച്ചും ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസും ഓക്സിജൻ ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്യാസുമാണ്. ഹൈഡ്രജൻ ഹൈലി ഇൻഫ്ലൈമബിൾ സബ്സ്റ്റൻസും ഓക്സിജൻ ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസുമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ തീ പിടിക്കുമ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി അതിൽ കൂടി പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ വാട്ടറിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്ത് തീ പിടിക്കുന്നത് ആളിക്കത്തും. അതുകൊണ്ട് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്പ്രേ ചെയ്താണ് തീ അണയ്ക്കുന്നത്. അപ്പം തീ അണയ്ക്കാൻ ഹൗ ടു കൺട്രോൾ ഫയർ, എങ്ങനെ നമുക്ക് ഫയർ കൺട്രോൾ ചെയ്യാം? 2 മെത്തേഡ്സ് ഉണ്ട്. ബൈ അപ്ലൈങ് വാട്ടർ വെള്ളം ഒഴിച്ച് തീ അണയ്ക്കാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്പ്രേ ചെയ്ത് തീ അണയ്ക്കാം. മെത്തേഡ് ഓഫ് കൺട്രോളിങ് ഫയർ ബൈ യൂസിങ് വാട്ടർ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ അപ്ലൈങ് വാട്ടർ. ബൈ യൂസിങ് വാട്ടർ. വാട്ടർ ഈസ് ദ മോസ്റ്റ് കോമൺ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അപ്പോൾ എക്സ്റ്റിങ്ക്വിഷറായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് വാട്ടറാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ മെറ്റീരിയൽസ് ലൈക്ക് വുഡ്, പേപ്പർ എക്സെട്ര ആർ ഓൺ ഫയർ. അപ്പോൾ പേപ്പറോ വുഡോ അതുപോലുള്ള മെറ്റീരിയൽസ് തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഫയർ കെടുത്താൻ വേണ്ടി ഫയർ എക്സ്റ്റിങ്ക്വിഷറായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടറാണ്. Water cannot be used if electrical equipments are on fire because water conducts electricity and can harm those trying to put out the fire. അപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തത്തില്ല.
സെക്കൻഡ് മെത്തേഡ് ബൈ യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് സ്പ്രേ ചെയ്ത് അതൊരു ബെസ്റ്റ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് യൂസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ബെസ്റ്റ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ടു പുട്ട് ഔട്ട് ഫയർ caused by inflammable materials like oil and petrol, electrical equipments. ഇപ്പോൾ പെട്രോളിലോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിലോ ഒക്കെ തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, തീ അണയ്ക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഹെവിയർ ദാൻ എയർ ആൻഡ് കവേഴ്സ് ദ ഫയർ ആൻഡ് കട്ട് ഓഫ് ദി സപ്ലൈ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ സപ്ലൈ ഉണ്ടെങ്കിൽ ബേൺ ചെയ്യത്തുള്ളൂ, കമ്പഷൻ നടക്കും. അപ്പോൾ അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ആ സപ്ലൈ ഇല്ലാതെ അതിനെ ഒരു കവറിങ് പോലെ പ്രിവെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വി ഡിസ്കസ് ടൈപ്സ് ഓഫ് കമ്പഷൻ. കമ്പഷൻ പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? റാപ്പിഡ് കമ്പഷൻ, സ്പോണ്ടേനിയസ് കമ്പഷൻ, എക്സ്പ്ലോഷൻ. കമ്പഷൻ ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്. ദേ ആർ റാപ്പിഡ് കമ്പഷൻ, spontaneous combustion and explosion. I repeat, types of combustion. There are 3 main types of combustion. They are rapid combustion, spontaneous combustion, explosion. First we discuss rapid combustion. ഇപ്പോൾ റാപ്പിഡ് കമ്പഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് സഡനായിട്ട് സബ്സ്റ്റൻസ് ബേൺ ചെയ്ത് ഹീറ്റും ലൈറ്റും ലിബറേറ്റ് ചെയ്യുവാണ്. സച്ച് കമ്പഷൻ ഈസ് സെഡ് ടു ബി റാപ്പിഡ് കമ്പഷൻ. റാപ്പിഡ് കമ്പഷൻ ഈസ് എ കമ്പഷൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ബേൺസ് റാപ്പിഡ്ലി ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഹീറ്റ്. അവിടെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റൻസ് ബേൺ ചെയ്തു ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ബേണിംഗ് ഓഫ് LPG. Then second one, spontaneous combustion. Spontaneous combustion is a type of combustion in which a substance burns spontaneously and produce heat and light without the help of external heat. അപ്പോൾ സബ്സ്റ്റൻസ് പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയാണെങ്കിൽ അവിടെ അത്തരം കമ്പഷന് എന്ത് പറയാം, സ്പോണ്ടേനിയസ് കമ്പഷൻ. എക്സാമ്പിൾ ഫോസ്ഫറസ്. ഫോസ്ഫറസ് നോൺ മെറ്റൽ ആണ്. നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ എയറുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് നോൺ മെറ്റലാണ്, പെട്ടെന്ന് തീ പിടിക്കുന്നു. ഫോസ്ഫറസ് ഈസ് എ നോൺ മെറ്റൽ, ഇറ്റ് ഈസ് എ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റലാണ്. അവിടെ അത് സ്പോണ്ടേനിയസ് കമ്പഷന് എക്സാമ്പിളാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ തീ പിടിക്കും. അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള കോൺടാക്റ്റ് മൂലം തീ പിടിക്കുന്നു. Spontaneous combustion is a type of combustion in which a substance burns spontaneously and produces heat and light without the help of external heat. Then explosion. Explosion is a combustion in which substance burns suddenly and produce heat and light and sound with the help of heat or pressure. Such combustion is said to be explosion. Explosion of crackers on applying heat or pressure. നെക്സ്റ്റ് വി ഡിസ്കസ് കാലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ. ഒരു ഫ്യൂവലിൻ്റെ കാലോറിഫിക് വാല്യൂ, അതായത് 1 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു ബേൺ ചെയ്യുന്നതിന് ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് അതിൻ്റെ കാലോറിഫിക് വാല്യൂ. The calorific value of a fuel is the amount of heat energy produced on combustion of 1 kilogram of a fuel. 1 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു ബേൺ ചെയ്യുന്നതിന് ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് കലോറിഫിക് വാല്യൂ. ഓരോ സബ്സ്റ്റൻസിൻ്റെയും കലോറിഫിക് വാല്യൂ ഡിഫറെൻ്റ് ആണ്. വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ 1 complete combustion of 1 kilogram of a fuel. The calorific value is expressed in kilojoule per kilogram. The calorific value expressed in kilojoule per kilogram. What is calorific value? The calorific value of a fuel is the amount of heat energy produced on 1 complete combustion of 1 kilogram fuel. 1 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു ബേൺ ചെയ്യുന്നതിന് ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജിയാണ് കലോറിഫിക് വാല്യൂ. ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോജൂൾ പെർ കിലോഗ്രാം. Finally, we discuss some harmful effects on environment due to burning of fuel. Fuel കത്തുന്നത് മൂലമുണ്ടാകുന്ന harmful effects. Fuels like wood, coal, petrol release unburned carbon particles which cause respiratory problems such as asthma. Asthma പോലുള്ള respiratory problems ഉണ്ടാക്കുന്നു. Incomplete combustion of fuel release carbon monoxide gas which is very poisonous gas which cause death. അപ്പം ഇൻകംപ്ലീറ്റ് ബേണിംഗ് മീൻസ് ഇപ്പം പ്ലാസ്റ്റിക് ഒക്കെ കത്തുവാണെങ്കിൽ കംപ്ലീറ്റ്ലി കത്തി തീരത്തില്ല അല്ലേ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് പോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് തുടർച്ചയായിട്ട് ഇൻഹേൽ ചെയ്യുവാണെങ്കിൽ മരണത്തിന് വരെ കാരണമാകാം. Incomplete combustion of fuel release carbon monoxide gas which is a very poisonous gas which cause death.
Third one, burning of most fuel release carbon dioxide gas which cause rise in temperature of the atmosphere. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ദിസ് ഈസ് കാൾഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പം മിക്ക ഫ്യൂവൽ കത്തുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ അളവ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിലെ ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടുന്നു. ആ ഒരു എഫക്റ്റാണ് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ് കോസ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, റൈസ് ഇൻ സീ ലെവൽ ആൻഡ് ഫ്ലഡിംഗ് ഓഫ് കോസ്റ്റൽ ഏരിയാസ്. Burning of coal and petroleum release oxides of sulfur and nitrogen which dissolve in rainwater and form acid rain. അതായത് എന്താണ് കോളും പെട്രോളും ഇതൊക്കെ കത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, സൾഫറിൻ്റെയും നൈട്രജൻ്റെയും ഒക്കെ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. അതായത് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ഫോം ചെയ്യുന്നു. ഇത് റെയിൻ വാട്ടറുമായി കമ്പൈൻ ചെയ്യുമ്പോൾ, വാട്ടർ എന്ന് പറയുമ്പോൾ H2O ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആസിഡുകൾ ഫോം ചെയ്യുന്നു. ഇപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറുമായി കമ്പൈൻ ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നൈട്രിക് ആസിഡ്, ഇതുപോലുള്ള ആസിഡിക് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. അത്തരം റെയിനെ എന്ത് പറയാം, ആസിഡ് റെയിൻ. ബേണിംഗ് ഓഫ് coal and petrol release oxides of sulfur and nitrogen which dissolve in rainwater and forms acid rain. It causes harmful for crops, soil and damaged buildings are ഡാമേജുകളൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു. Burning of coal and what is acid rain? Burning of coal and petroleum release oxides of sulfur and nitrogen which dissolve in rainwater and forms acid rain. It is harmful for crops, soil and damage for buildings.